ഇന്ന് ഹെയർ ഓയിൽ റീസ്റ്റോക്ക് ചെയ്യുന്ന ദിവസം. നമ്മൾ ഇന്ന് എണ്ണ ഉണ്ടാക്കാൻ പോവാം. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കാച്ചി എണ്ണ ഉണ്ടാക്കി നല്ല ശീലമുള്ളതുകൊണ്ടും എനിക്ക് ഈ പരിപാടി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനുണ്ടാക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അമ്മ വരുന്നവരെ കാത്തിരുന്ന് അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചേ. പണ്ടൊക്കെ അമ്മയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പം എനിക്കിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എന്ത് മണം അല്ലേ ഇതിന്. ഞാൻ 1/2 ലിറ്റർ ആട്ടിയ വെളിച്ചെണ്ണയിലാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട ഒരു സവാള, ചെറിയുള്ളി ആണെങ്കിൽ എടുക്കാം കേട്ടോ. ചെറിയുള്ളിയാണ് കുറച്ചും കൂടി ബെനിഫിഷ്യലായിട്ട് തോന്നി എനിക്ക്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാള എടുത്തു. സവാള എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് 1/2 പീസ്, എന്നാലും പകുതി ഭാഗം ബീട്രൂട്ട്, പിന്നെ ഒരു വലിയ അലവേര. ഇതൊക്കെ കുനുകുനാന്ന് മുറിച്ചിട്ട് നമ്മൾ മുറിച്ചിട്ടതിൻ്റെ വേസ്റ്റൊക്കെ സൈഡിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ പൊരാളി നമ്മളെ കൊല്ലും. അമ്മമ്മക്ക് എൻ്റെ അമ്മേൻ്റെ അടുക്കള മിസ്സപ്പാകുന്നത് തീരെ ഇഷ്ടമല്ല. അനക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തെടുക്കുക വെക്കാൻ അതിലും വലിയ മടിയാണ്. അങ്ങനെ ശീലിച്ചിട്ടില്ലെന്ന്. കാരണം നമ്മൾ അങ്ങനെ അടുക്കളയിൽ പോയി അടുക്കളേൻ്റെ ഒരു പാർട്ടാവാനൊക്കെ അത്ര ഇഷ്ടമല്ല എന്ന് വെച്ചാൽ സാധാരണ ചോറും കറിയും വെക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് വെറൈറ്റി യൂട്യൂബിൽ നിന്നെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പുതിയ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടം. പക്ഷെ അതൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. എനിവേ, അതൊന്നുമല്ല നമ്മുടെ വിഷയം ഹെയർ ഓയിലാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെ വേണം ഇതുണ്ടാക്കാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കി ഒരു ദിവസം ഈ എണ്ണ ഈ ചീനിച്ചട്ടി തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. എന്നാലും ഞാൻ ചെയ്യുമ്പോൾ ഈ ഇരുമ്പ് ചീനിച്ചട്ടീൻ്റെ അകത്ത് ഇരുമ്പിൻ്റെ ഗുണം ഈ എണ്ണയിൽ കിട്ടുമെന്നാണ് അമ്മയും അമ്മമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എനിക്കിതിനെക്കുറിച്ചുള്ള വലിയ ഐഡിയ ഇല്ല. പക്ഷേങ്കിൽ ഈ ഹെന്നയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ഇതേപോലെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഇത് വെച്ചിട്ടാകുമ്പം ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ വെച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് അതിൽ ഒരു മോശം തോന്നാത്തതുകൊണ്ട് ഞാൻ അതിനെ തിരുത്താനോ അതിനെക്കുറിച്ചിട്ട് എതിർക്കാനോ പോയിട്ടില്ല. നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ, ഒരു ദിവസം അതിൻ്റെ അകത്ത് വെച്ചോട്ടെ. ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങാം. ചീനച്ചട്ടി ചൂടാവാൻ വേണ്ടി കാത്തു നിൽക്കരുത്. അങ്ങനെ കാത്തു നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം നമ്മൾ ഈ എണ്ണ ഇങ്ങനെ തിളപ്പിക്കേണ്ടി വരും. അത് ഭയങ്കര മോശമാണ്. കാരണം എന്ന് വെച്ചാൽ മോശമായിട്ടല്ല, കുറേ സംഭവം നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഇതിന് കരിഞ്ഞു പോകും. കുറേ സമയം ഈ എണ്ണ ഇങ്ങനെ തിളച്ചിട്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചീനച്ചട്ടീൻ്റെ അടിയിൽ നിന്ന് ചെറുങ്ങനൊരു ചൂട് മേലേക്ക് വരുന്ന പോലെ നമ്മളിങ്ങനെ കൈ വെച്ച് തൊട്ട് നോക്കണം. തൊട്ടല്ല, ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ചൂട് അടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കണം. പിന്നെ എണ്ണ കായാൻ വേണ്ടി നിൽക്കരുത്. കായ മീൻസ് ചൂടായി ഇങ്ങനെ തിളക്കാൻ വേണ്ടി നിൽക്കരുത്. അതിലേക്ക് നമ്മൾ അപ്പാട് തന്നെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് അപ്പാട് തന്നെ സവാള, ബീട്രൂട്ട്, കറ്റാർവാഴ ഇത് 3 അങ്ങ് ഇടണം. പിന്നെ ഇതങ്ങിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, അതൊന്ന് സെറ്റിലാവാൻ വേണ്ടി. അതങ്ങ് സെറ്റിലായി നമുക്കിങ്ങനെ ഒരു സൗണ്ടൊന്നും വരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ എണ്ണ തിളക്കൊന്നുമില്ല. ഇട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് തിളച്ചിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് തുളസി, ചെമ്പരത്തിച്ചപ്പ്, ചെമ്പരത്തിൻ്റെ ഇല, കറിവേപ്പില ഇത് 3 ഇടാം. ആക്ച്വലി 4 ഇടാം. വേപ്പും ചെപ്പുണ്ടെങ്കിൽ വേപ്പ് ഇടാം, പക്ഷെ എനിക്കതില്ലായിരുന്നു. ഇതൊക്കെ ഇട്ടൊന്ന് ഇളക്കി കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് റോസ്മേരിയും ഉലുവയും കരിഞ്ജീരകവും ഇടാം. ആക്ച്വലി ഞാനിവിടെ കരിഞ്ജീരകം ഇട്ടത് എടുക്കാൻ മറന്നു ഈ വീഡിയോൻ്റെ അകത്ത്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഞാൻ വീഡിയോ ഓണാക്കിയെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇട്ടത്, പക്ഷേങ്കിൽ റെക്കോർഡായിരുന്നില്ല. പോട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞു തന്നല്ലോ. അങ്ങനെ ഇതൊക്കെ ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം വെക്കുക, ഒരു 20 മിനിറ്റ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എണ്ണ അങ്ങ് തിളക്കാൻ തുടങ്ങും. ഉള്ളിയുടെയും ഇലയുടെയും ഒക്കെ കളറൊന്ന് യെല്ലോ ടോണിലേക്ക് മാറും. അപ്പോൾ നമ്മൾ കുറച്ച് തീയൊന്ന് കൂട്ടി ഒരു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഒരു 15 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ തിളക്കണം. അങ്ങനെ തിളച്ച് ഇതിൻ്റെ കളർ കുറച്ചും കൂടി നല്ലോണം മാറിയെന്ന് തോന്നിയാൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 15 മിനിറ്റും കൂടി കുറച്ച് തിളപ്പിക്കുക. അതിനുശേഷം ഇത് ഓഫാക്കി വെക്കുക. അത്രയും. പിന്നെ ഇത് പിറ്റേ ദിവസം എടുത്താൽ, അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു 11 മണിക്കാണ്. അപ്പോൾ ഞാനൊരു പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴാണ് ഇത് എടുത്തത്. ഇത് ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി മൊത്തം അരിക്കണം. അത് മറക്കരുത്. അരിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹെയർ ഗ്രോത്തിനും ഹെയർ നറിഷ് ചെയ്യാനെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. ഈ എണ്ണ എനിക്കൊരു 2-3 മാസമൊക്കെ നിൽക്കും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എക്സ്പീരിയൻസ് എന്താണെന്നൊന്ന് പറയണേ.